മാറ്റം വഴി തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാ? ആ സംവഹനമാണ്. ഏതാണ്? സംവഹനമാണ് ആൻസർ. സംവഹനം. കേട്ടോ. ഓക്കെ. എടാ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം ചോദിച്ചു കഴിഞ്ഞാൽ സംവഹനവും, തന്മാത്രകളുടെ കമ്പനം ചോദിക്കുകയാണെങ്കിൽ കമ്പനം തന്മാത്രകളുടെ കമ്പനം മുഖേന ആണെങ്കിൽ തന്മാത്രകളുടെ കമ്പനം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ഏതാണ്? ചാലനം. കേട്ടോ. മനസ്സിലായോ? തന്മാത്രകളുടെ കമ്പനം മുഖേനയാണെങ്കിൽ അത് ചാലനവും, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണെങ്കിൽ അത് സംവഹനവുമാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റമാണെങ്കിൽ അത് സംവഹനവുമാണ്. മാറിപ്പോകരുത്. ഓക്കെ. ഈ ചാലനം സംഭവിക്കുന്നത് ഏതിലാണ്? ഏത് പദാർത്ഥങ്ങളിലാണ് ചാലനം സംഭവിക്കുന്നത്? ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്ന ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്ന ഈ താപപ്രേഷണ രീതിയാണ് ഏത്? ഈ പറഞ്ഞ ചാലനം എന്ന് പറയുന്നത്. ഖരപദാർത്ഥങ്ങൾ നടക്കുന്ന താപപ്രേഷണ രീതിയാണ് ചാലനം. ഓക്കെ. സംവഹനം സംഭവിക്കുന്ന എവിടെയാ? സംവഹനം നമുക്ക് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും. കേട്ടോ. അതിന് നമ്മൾ എന്താ പറയാ? ലിക്വിഡ് എന്ന് പറയും. ദ്രാവകങ്ങളിലും അതുപോലെ തന്നെ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രേഷണ രീതിയാണ് ഏത്? സംവഹനം. ദ്രാവകങ്ങളിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ വാതകങ്ങളിൽ നടക്കുന്ന താപപ്രേഷണ രീതിയാണ് ഏത് പിള്ളേരെ? സംവഹനം എന്ന് പറയുന്നത്. അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ. അപ്പൊ നമ്മൾ അതിന്റെ ചോദ്യം ഇന്നലെ പറഞ്ഞു തരുന്നു. കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകാൻ കാരണം ഏതാണ്? കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകാൻ കാരണം ഏതാണ്? അത് സംവഹനമാണ് കേട്ടോ. കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകാൻ കാരണം ഏതാണ്? സംവഹനമാണ്. അടുത്ത, മാധ്യമം ഇല്ലാതെ നടക്കുന്ന താപപ്രേഷണ രീതിയാണ് വികിരണം. അല്ലെ? മാധ്യമം ഇല്ലാതെ നടക്കുന്ന താപപ്രേഷണ രീതിയാണ് വികിരണം. അതിന്റെ ഉദാഹരണം നമ്മളന്ന് പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ്? സൂര്യന്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണ രൂപത്തിലാണ്. അല്ലെ? സൂര്യന്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണ രൂപത്തിലാണ്. അതായത് കത്തുന്ന ബൾബിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിന് താപം അല്ലെങ്കിൽ ആ ഭാഗത്ത് ചൂട് അനുഭവപ്പെടാൻ കാരണവും ഏതാണ്? വികിരണമാണ്. ഒരു ബൾബ് കത്തുന്ന അടുത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. അതിനുള്ള കാരണവും വികിരണമാണ്. ഓക്കെ. അപ്പൊ മറക്കണ്ട, തന്മാത്രകളുടെ കമ്പനം മുഖേന ചാലനമാണ്. ചാലനം സംഭവിക്കുന്നത് ഖരപദാർത്ഥങ്ങളിലാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണെങ്കിൽ അത് സംവഹനമാണ്. സംവഹനം സംഭവിക്കുന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ്. ഓക്കെ. ഈ ദ്രാവകങ്ങളെയും വാതകങ്ങളെയും നമ്മൾ കോമൺ ആയിട്ടൊരു പേര് പറയും. എന്താ പറയുന്നേ? ദ്രാവകങ്ങളെയും വാതകങ്ങളെയും നമ്മൾ കോമൺ ആയിട്ടൊരു പേര് പറയും. എന്താ പറയുന്നേ? ദ്രവങ്ങൾ എന്ന് പറയും. മനസ്സിലായപ്പോഴേ? ദ്രവങ്ങൾ എന്ന് പറയും. ദ്രവങ്ങൾ. അപ്പൊ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ദ്രവങ്ങളിൽ നടക്കുന്ന താപപ്രേഷണ രീതി ഏതാണ്? ദ്രവങ്ങൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? ദ്രവങ്ങൾ എന്ന് പറയും. അല്ലേ? ദ്രവങ്ങളിൽ നടക്കുന്ന താപപ്രേഷണ രീതിയാണ് ഏത് പിള്ളേരെ? സംവഹനം. ഓക്കെ. വികിരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു മാധ്യമം ഇല്ലാതെ താപപ്രേഷണം നടക്കുന്ന രീതിയാണ് വികിരണം എന്ന് പറയും. അല്ലേ? ഓക്കെ. ഏറ്റവും നല്ല താപചാലകം ഏതാണ്? കുട്ടികളെ? ഏറ്റവും നല്ല താപചാലകം വെള്ളിയാണ്. ഏറ്റവും നല്ല താപചാലകം വെള്ളിയാണ്. ഓക്കെ. ഏറ്റവും നല്ല വൈദ്യുത ചാലകം ഏതാണ്? ഏറ്റവും നല്ല വൈദ്യുത ചാലകവും വെള്ളിയാണ്. ഏറ്റവും നല്ല താപചാലകം വെള്ളിയാണ്. ഏറ്റവും നല്ല വൈദ്യുത ചാലകവും ഏതാണ്? വെള്ളിയാണ്. ഏറ്റവും നല്ല താപചാലകവും ഏറ്റവും നല്ല വൈദ്യുത ചാലകവും രണ്ടും തന്നെയാണ്? വെള്ളി തന്നെയാണ്. ഏതാണ് പിള്ളേർ? വെള്ളിയാണ്. കേട്ടോ. ഓക്കെ. ശരി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? പാരമ്പര്യ ഊർജ സ്രോതസ്. പിള്ളേരെ, പാരമ്പര്യ ഊർജ സ്രോതസ് തന്നിരിക്കുന്നതിൽ ഏതാണ്? മണ്ണെണ്ണയാണ്. അല്ലെ? മണ്ണെണ്ണയാണ് പാരമ്പര്യ ഊർജ സ്രോതസ്. ഓക്കെ. ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണോ പാരമ്പര്യ ഊർജ സ്രോതസ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണോ? കഴിയാത്തതാണോ? പിള്ളേരെ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് പാരമ്പര്യ ഊർജ സ്രോതസ്. കേട്ടോ. പുനഃസ്ഥാപിക്കാൻ കഴിയത്തില്ല. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് പാരമ്പര്യ ഊർജ സ്രോതസ്. നമുക്ക് ഉപയോഗിക്കും തോറും തീർന്നുകൊണ്ടിരിക്കും. കേട്ടോ. തീർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ പാരമ്പര്യ ഊർജ സ്രോതസ് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ. ഓക്കെ. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം നമ്മൾ ഏത് പേരിലാണ് പറയുന്നേ? പാരമ്പര്യ ഊർജ സ്രോതസ് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തെ നമ്മൾ എന്താ പറയുന്നത് പിള്ളേരെ? നമ്മൾ പറയുന്നത് ബ്രൗൺ എനർജി എന്നാണ്. എന്താ പറയുന്നത്? ബ്രൗൺ എനർജി എന്ന് പറയും. കേട്ടോ. ബ്രൗൺ എനർജി എന്ന് പറയും. ബ്രൗൺ എനർജി. ഓക്കെ. അപ്പം പഠിക്കുക, ബ്രൗൺ എനർജി എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഉദാഹരണമാണ് കൽക്കരി. കൽക്കരി ഒരു ഉദാഹരണമാണ്. കൽക്കരി, പെട്രോളിയം, കൽക്കരി, അതുപോലെ തന്നെ പെട്രോളിയം, 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 കൽക്കരി, പെട്രോളിയം, അതുപോലെ തന്നെ പ്രകൃതിവാതകം, 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 പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ആണവോർജം, ആണവോർജം, ആണവോർജം. ഓക്കെ, ഇതെല്ലാം എന്താണ്ട ബ്രൗൺ എനർജിയാണ്. മനസ്സിലായ? അതായത് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ആണവോർജം, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ആണവോർജം, ഇതെല്ലാം എന്താണ്ട ബ്രൗൺ എനർജി അല്ലെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിൽ പെടുന്നതാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സിൽ പെടുന്നതാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സിൽ പെടുന്നവയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണ്. ശരി, ഇനി പാരമ്പര്യേതര. അപ്പൊ ഈ മണ്ണെണ്ണ എന്ന് പറഞ്ഞാൽ പെട്രോളിയത്തിൽ വരുന്നതാണ്. പെട്രോളിയം ഉൽപ്പന്നമല്ലേ മണ്ണെണ്ണ. മണ്ണെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നമാണേ. ഓക്കെ, അപ്പൊ നമ്മള് ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് വെച്ചാൽ എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് വെച്ചാൽ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് അല്ലെ? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്. ഓക്കെ, നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകത്തില്ല. നമുക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിനാണ് ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് അല്ലെങ്കിൽ ഈ പറയുന്ന പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം എങ്ങനെയായിരിക്കും? എന്ത് ഊർജമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്നത് ഗ്രീൻ എനർജിയാണ്. ഏതാ പിള്ളേരെ? ഗ്രീൻ എനർജിയാണ്. ഗ്രീൻ എനർജിയാണ്. അതായത് പുനഃസ്ഥാപിക്കാൻ ലെഫ്റ്റ് ആയിട്ട് വാ. ഓക്കെ, ഗ്രീൻ എനർജിയാണ്. അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന എനർജി നമ്മൾ ഗ്രീൻ എനർജി എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഗ്രീൻ എനർജി എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതിന് ഉദാഹരണം എന്തെന്നൊക്കെ കേട്ട് കഴിഞ്ഞാല് സൗരോർജം അല്ലെ? സോളാർ, അതുപോലെ കാറ്റ്, അതുപോലെ ജലം, അതുപോലെ ബയോഗ്യാസ്, സോളാർ, കാറ്റ്, ജലം, ബയോഗ്യാസ്, അതുപോലെ ജൈവപിണ്ഡം, അതുപോലെ തന്നെ ജിയോ തെർമൽ. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ് പിള്ളേരെ? ഈ പറയുന്ന പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന തിരമാല ഇതെല്ലാം എന്താണ്? തിരമാല, ജൈവപിണ്ഡം എന്ന് വെച്ചാൽ ബയോമാസ് കേട്ടോ, ബയോമാസ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന എനർജി സ്രോതസ്സുകളാണ്. സോളാറ്, കാറ്റ്, ജലം, ബയോഗ്യാസ്, ജൈവപിണ്ഡം അല്ലെങ്കിൽ ജിയോ തെർമൽ എനർജി, അതുപോലെ തിരമാല, ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. ഇവയെല്ലാം ഗ്രീൻ എനർജിയാണ്. ഓക്കെ, അപ്പൊ ബ്രൗൺ എനർജി, ഗ്രീൻ എനർജി, പാരമ്പര്യ ഊർജ്ജ സ്രോതസ് അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്. ഓക്കെ, അതെല്ലാം മനസ്സിലായല്ലോ? നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന സാധനങ്ങൾ അതെല്ലാം പാരമ്പര്യേതരമായിരിക്കും കേട്ടോ. നമ്മൾ ഭൂമിയിൽ നിന്ന് നമ്മൾ തപ്പിപ്പിടിച്ചെടുക്കുന്ന സാധനങ്ങളെല്ലാം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, കൽക്കരി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം എന്തായിരിക്കും ഇവിടെ? ഈ പറയുന്ന പാരമ്പര്യമായിരിക്കും. അല്ലാത്ത നമുക്ക് ഈ കാറ്റ്, ജലം, തിരമാല അതെല്ലാം അതെല്ലാം ഈ പറയുന്ന പാരമ്പര്യേതര അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ദിവസം ചെയ്തേ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസം പറയുന്ന പേരെന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസം പറയുന്ന പേരെന്താണ്ട? ഈ പ്രതിഭാസം പറയുന്ന പേരാണ് അപവർത്തനം. എന്താ പിള്ളേരെ? അപവർത്തനം. ഓക്കെ, മനസ്സിലായി? അപ്പൊ അപവർത്തനം എന്താണെന്ന് മനസ്സിലായി. ഇനി അപവർത്തനത്തിന് 3 ഉദാഹരണം നിങ്ങൾ പഠിച്ചു വെച്ചോണേ. ഒന്നാമത്തെ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്. ഓക്കെ, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് അപവർത്തനം കൊണ്ടാണ്. നമുക്ക് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപവർത്തനം എന്ന പ്രതിഭാസം കാരണമാണ് നമുക്ക് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നുന്നത്. ഓക്കെ, നക്ഷത്രങ്ങൾക്ക് ഈ പല നക്ഷത്രങ്ങൾ പല നിറത്തിൽ കാണാൻ എന്താണ്? പല നക്ഷത്രങ്ങൾ. ഒരു ഉദാഹരണത്തിന് നമ്മുടെ സൂര്യൻ കാണപ്പെടുന്ന ചുവന്ന നിറത്തിലാണല്ലേ? പല നക്ഷത്രങ്ങൾ പല നിറത്തിൽ കാണപ്പെടാൻ കാരണം നക്ഷത്രങ്ങളുടെ ടെമ്പറേച്ചറാണ്.
മനസ്സിലായോ? നക്ഷത്രങ്ങളുടെ ടെമ്പറേച്ചർ കാരണമാണ് നക്ഷത്രങ്ങൾ പല നിറത്തിൽ കാണപ്പെടുന്നത്. മിന്നിത്തിളങ്ങാൻ കാരണം, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം അപവർത്തനമാണ്. നക്ഷത്രം മിന്നിത്തിളങ്ങുന്നതായി തോന്നാൻ കാരണം എന്താണ് പിള്ളേരെ? അപവർത്തനമാണ്. അപവർത്തനം. അതുപോലെ തന്നെ നമ്മള് ജലത്തിൽ താഴ്ത്തി വെച്ച ഒരു പെൻസിൽ എന്നോ ഒരു കമ്പെന്നോ എന്തെങ്കിലും ചോദിക്കാം. ജലത്തിൽ താഴ്ത്തി വെച്ച ഒരു പെൻസിലോ കമ്പോ എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് എങ്ങനെ കാണപ്പെടും? വളഞ്ഞിരിക്കുന്നതായി കാണപ്പെടും, അല്ലെ? വളഞ്ഞിരിക്കുന്നതായി കാണപ്പെടും. അതിനും കാരണം എന്താണ്? അതിനും കാരണം അപവർത്തനമാണ് കേട്ടോ. ജലത്തിൽ താഴ്ത്തി വെച്ച ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു കമ്പോ എന്തെങ്കിലും നമുക്ക് വളഞ്ഞതായി തോന്നുന്നുണ്ടെങ്കിൽ അതിനും കാരണം എന്താണ്? അപവർത്തനമാണ്. ഓക്കെ. അടുത്ത് മൂന്നാമത്തെ ഉദാഹരണമാണ് സൂര്യോദയത്തിന് മുൻപും ശേഷവും നമുക്ക് സൂര്യപ്രകാശം കാണാൻ കഴിയും, അല്ലെ? സൂര്യോദയത്തിന് മുൻപും ശേഷവും നമുക്ക് സൂര്യപ്രകാശം കാണാൻ കഴിയും. സൂര്യപ്രകാശം എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അതുപോലെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും നമുക്ക് സൂര്യപ്രകാശം കാണാൻ കഴിയും. അതിനും കാരണം എന്താണ്? അപവർത്തനമാണ്. ഓക്കെ. അപ്പൊ എന്താണ് അപവർത്തനം എന്ന് പറഞ്ഞല്ലേ? അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ സഞ്ചാരപാതയ്ക്ക് എന്ത് സംഭവിക്കും? അതിന്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് എന്ത്? അപവർത്തനം. പിന്നെ അപവർത്തനം സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ നോക്കി. എന്തൊക്കെയായിരുന്നു ഉദാഹരണങ്ങൾ പിള്ളേരെ? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നു. അതുപോലെ ജലത്തിലേക്ക് താഴ്ത്തി വെച്ചിരിക്കുന്ന പെൻസിൽ വളഞ്ഞതായി കാണപ്പെടുന്നു. അതുപോലെ തന്നെ സൂര്യോദയത്തിന് മുൻപും ശേഷവും സൂര്യപ്രകാശം കാണപ്പെടുന്നു. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? അപവർത്തനത്തിന് ഉദാഹരണങ്ങളാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ജലാശയങ്ങളൊക്കെ ആഴം കുറവായിട്ട്, നമുക്കിപ്പോൾ ആഴമുള്ള ഭാഗത്ത് നമുക്ക് ആഴം കുറവായിട്ട് തോന്നാനും കാരണം ഇതാണ്. മനസ്സിലായ? ജലാശയങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മുകളിൽ നോക്കുമ്പോൾ ആഴമായിരിക്കത്തില്ല, നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ. അതിങ്ങനെ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ആഴം കുറവായിട്ട് തോന്നാൻ കാരണവും അപവർത്തനമാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. ചലനമാണ് ഏത് പിള്ളേരെ? ഭ്രമണം. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഭ്രമണത്തെ ഇംഗ്ലീഷ് എന്താ പറയുന്നത്? ഭ്രമണത്തെ നമ്മള് ഭ്രമണത്തെ റൊട്ടേഷൻ എന്ന് പറയും കേട്ടോ. ഭ്രമണത്തെ എന്ത് പറയൂടാ? റൊട്ടേഷൻ എന്ന് പറയും. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഇവിടെ മരീചിക അപവർത്തനമാണോ എന്ന് കേട്ട് കഴിഞ്ഞാല് മരീചിക അപവർത്തനമാണ്. നമ്മൾ 10th ലെവൽ വരെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് അപവർത്തനം എഴുതാം. മനസ്സിലായില്ലേ? പക്ഷെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ പൂർണ്ണാന്തര പ്രതിഫലനമൊക്കെ ആൻസർ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അപവർത്തനവും ഓർത്ത് വെച്ചോണം, പൂർണ്ണാന്തര പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും ഓർത്ത് വെച്ചോണം. ഓക്കെ. ശരി. എടാ, ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഏത്? ഭ്രമണം എന്ന് പറയുന്നത്, അല്ലെ? ഭ്രമണത്തെ ഇംഗ്ലീഷ് നമ്മൾ റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. റൊട്ടേഷൻ. ഓക്കെ. ഭൂമി സ്വയം കറങ്ങുന്നതിന് നമ്മൾ ഭ്രമണം എന്നാണ് പറയുന്നില്ലേ? ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട്, അല്ലേ? അതിന് നമ്മൾ ഭ്രമണം എന്നാണ് പറയുന്നത്. ഒരു പമ്പരത്തിന്റെ ചലനം എന്തിന് ഉദാഹരണമാണ്? പമ്പരം. നമുക്ക് ചോദിക്കും പമ്പരത്തിന്റെ ചലനം എന്തിന് ഉദാഹരണമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഭ്രമണമാണ്. മനസ്സിലായോ? പമ്പരത്തിന്റെ ചലനം എന്താണ്ട? ഭ്രമണമാണ്. പമ്പരത്തിന്റെ ചലനം എന്ന് പറഞ്ഞാൽ അത് ഭ്രമണമാണ് കേട്ടോ. ഭ്രമണമാണ്. ഓക്കെ. ഇനി അടുത്ത് പരിക്രമണം. പരിക്രമണത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? പരിക്രമണം. പിള്ളേരെ പരിക്രമണം എന്ന് വെച്ചാൽ റെവല്യൂഷൻ. എന്താണ്? റെവല്യൂഷൻ എന്നാണ് പരിക്രമണം കേട്ടോ. റെവല്യൂഷൻ. ഓക്കെ. ഈ പരിക്രമണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായിരിക്കും? അതായത് ഈ നമ്മളെ ഭ്രമണത്തില് ഈ വസ്തുവിന്റെ അക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിനുള്ളിലായിരിക്കും. മനസ്സിലായില്ലേ? വസ്തുവിനുള്ളിലായിരിക്കും. അതായത് നമ്മൾ പമ്പരം കറങ്ങുന്നപ്പോ പമ്പരം അതിനുള്ളിൽ ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് തന്നെ കറങ്ങുന്നത്, അല്ലേ? ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ നിന്നാണ് കറങ്ങുന്നത്. ഓക്കെ. ഇനി ഒരു സാധനം മറ്റൊന്നിനെ കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത്. മനസ്സിലായ? ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഭൂമി ഇല്ലേ? ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം കറങ്ങുന്നുണ്ട്, അല്ലേ? ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സൂര്യനെ ചുറ്റുന്നുണ്ട്. നമ്മൾ സ്വയം കറങ്ങുന്നതിനെ ഭ്രമണമെന്നും സൂര്യനെ ചുറ്റുന്നതിനെ എന്ത് പറയുന്നുണ്ട്? പരിക്രമണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. പരിക്രമണത്തിന് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ് ഫാനിന്റെ ദിളങ്ങളുടെ ചലനം. ഫാനിന്റെ ലീഫ് ഉണ്ടല്ലോ, ഫാനിന്റെ ലീഫിന്റെ ചലനം എന്താണ്ടാ?
ഫാന്റെ ലീഫിന്റെ ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്തിന് ഉദാഹരണമാണ്? അത് ഈ പരിക്രമണ അല്ലെങ്കിൽ റവല്യൂഷൻ ഉദാഹരണമാണ്, ഫാന്റെ ദളങ്ങളുടെ ചലനം. ഓക്കെ, ഇനി അടുത്ത് ഒരു പ്രീവിയസ് ചോദ്യമാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന്റെ ചലനം എന്താണ്ടാ? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണിന്റെ ചലനം എന്താണ്? വളരെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണിന്റെ ചലനം നിങ്ങൾ രണ്ടും പറയണം. അതായത് ഈ പറയുന്ന ഭ്രമണവും സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തും സംഭവിക്കുന്നുണ്ട്, പരിക്രമണവും സംഭവിക്കുന്നുണ്ട്. നമ്മളെ ഭൂമി ചെയ്യും കണക്ക് തന്നെയാണ്. ഭൂമിക്ക് ഭ്രമണവും സംഭവിക്കുന്നുണ്ട്, പരിക്രമണവും സംഭവിക്കുന്നുണ്ട്. മനസ്സിലായ? ഭൂമിക്ക് ഭ്രമണവും സംഭവിക്കുന്നുണ്ട്, പരിക്രമണവും സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭ്രമണവും ചെയ്യുന്നുണ്ട്, പരിക്രമണവും ചെയ്യുന്നുണ്ട്. മനസ്സിലായ ഞാൻ പറഞ്ഞത്? റൊട്ടേഷനും റെവല്യൂഷനും ഉണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന്റെ ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രമണവും ഉണ്ട്, പരിക്രമണവും ഉണ്ട്. ഓക്കെ. അടുത്ത് ഇനി അടുത്ത് എന്താണ് ഈ നേർരേഖാ ചലനം? നേർരേഖാ ചലനത്തെ നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയുന്നത്? നേർരേഖാ ചലനത്തെ ഇംഗ്ലീഷ് എന്താ പറയുന്നത്? ലീനിയർ മോഷൻ എന്ന് പറയൂലേ, ലീനിയർ മോഷൻ എന്ന് പറയും. ഓക്കെ, ലീനിയർ മോഷൻ എന്ന് പറയും. നേർരേഖാ ചലനത്തെ നമ്മൾ ലീനിയർ മോഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ ലീനിയർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ ലീനിയർ മോഷൻ? എത്രയേ ഉള്ളൂ. ഒരു നേർരേഖയിലുള്ള ചലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു നേർരേഖയിലുള്ള ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനത്തെയാണ് നമ്മൾ നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ഞെട്ടറ്റ മാമ്പഴം കേട്ടോ, ഞെട്ടറ്റ മാമ്പഴത്തിന്റെ ചലനം എന്താണ്ടാ? ഈ പറയുന്ന നേർരേഖാ ചലനമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലിഫ്റ്റിന്റെ ചലനം എന്താണ്? നേർരേഖാ ചലനമാണ്. ലിഫ്റ്റിന്റെ ചലനം. അതുപോലെ തന്നെ റോക്കറ്റിന്റെ ചലനം എന്താണ്? നേർരേഖാ ചലനമാണ്. മനസ്സിലായ? ഓക്കെ, അപ്പൊ നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ് ഞെട്ടറ്റ മാമ്പഴം, അതുപോലെ ലിഫ്റ്റ്, അതുപോലെ റോക്കറ്റ്. ഇതിന്റെയൊക്കെ ചലനം എന്താണ്ടാ? ഈ പറഞ്ഞ നേർരേഖാ ചലനമാണ് കേട്ടോ. ഞെട്ടറ്റ മാമ്പഴത്തിന് പകരം തേങ്ങയാണെങ്കിലോ? തേങ്ങയാണെങ്കിൽ നേർരേഖാ ചലനമാണ് കേട്ടോ. അവിടെ നിന്ന് ആലോചിക്കില്ല, അയ്യോ സാറ് പഠിപ്പിച്ചത് മാങ്ങയാണ്, ഇനിയിപ്പൊ തേങ്ങ ഇനി വേറെ ഏതെങ്കിലും രീതിയിലാണോ വീഴുന്നത്? അങ്ങനെയൊക്കെ ചിന്തിക്കും നമ്മള്. ഇയാൾക്ക് ഇത് തേങ്ങയും കൂടെ ഒന്ന് പറഞ്ഞതുകൊണ്ടായിരുന്നോ എന്നാലോചിക്കും. മാങ്ങ മാത്രം പഠിച്ചിട്ട് പോയി കേട്ടോ. ഞെട്ടറ്റയുടെ സാധനങ്ങളൊക്കെ നേർരേഖാ ചലനത്തിലായിരിക്കും. ഓക്കെ, ശരി പിള്ളേരെ, അപ്പൊ അത് മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങള്. ഇനി അടുത്ത് ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ ചലനം. ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ ചലനം എന്തിനുദാഹരണമാണ്? ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ ചലനം. പിള്ളേരെ, ദൂരേക്ക് എറിയുന്ന കല്ല്, അതുപോലെ തന്നെ ജാവലിൻ ത്രോ, ഇതൊക്കെ എന്തിനു ഉദാഹരണം നേട്ട് കഴിഞ്ഞാല് വക്രരേഖാ ചലനം. എന്തിനു പിള്ളേരെ? വക്രരേഖാ ചലനം. മനസ്സിലായ? ഇവിടെ നമ്മൾ ലീനിയർ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നേരെ തന്നെ പോകും. മനസ്സിലായ? നമ്മൾ ഈ എറിയുന്ന കല്ല് എങ്ങനെ സംഭവിക്കുന്നേ? എറിയുന്ന കല്ല് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെയല്ലേ വീഴുന്നേ? മനസ്സിലായ? നമ്മളെ ജാവലിൻ ത്രോ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ അങ്ങ് പോകുന്നു അല്ലേ? ഓക്കെ, അതിനാണ് വക്രരേഖാ ചലനം എന്ന് പറയുന്നത്. ഓക്കെ, ആണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയും. മനസ്സിലായോ? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം ഈ പറയുന്ന ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ ചലനം എന്തെന്ന് കേട്ട് കഴിഞ്ഞാല് അത് ഏറ്റവും കൂടുതൽ ദൂരം എറിയണമെങ്കിൽ നമ്മൾ 45 ഡിഗ്രിയിൽ എറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുക. വക്രരേഖ ചലനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദൂരം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് 45 ഡിഗ്രിയിലാണ് കേട്ടാ. ഓക്കെ, അപ്പൊ പ്രൊജക്ടൈൽ മോഷൻ മറക്കണ്ട. ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ ചലനവും അതുപോലെ തന്നെ ഈ പറയുന്ന ജാവലിൻ ത്രോയുടെ ചലനവും അതൊക്കെ എന്താണ്? വക്രരേഖാ ചലനങ്ങളാണ്. മനസ്സിലായടാ? മനസ്സിലായി? ഓക്കെ, അടുത്ത് ഒരു വസ്തുവിന്റെ വൃത്താകാര പാതയിലുള്ള ചലനം. ഒരു വസ്തുവിന്റെ വൃത്താകാര പാതയിലുള്ള ചലനം. ഒരു വസ്തുവിന്റെ വൃത്താകാര പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം. ഏതാണ്? വർത്തുള ചലനം.
ഒരു വസ്തുവിന്റെ വൃത്തകാര പാതയിലുള്ള ചലനമാണ് ഏത്? വർത്തുള്ള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ എന്ന് പറയും. എന്താ പറയുക? സർക്കുലാർ മോഷൻ എന്ന് പറയണ്ട. വർത്തുള്ള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ എന്ന് പറയും. സർക്കുലാർ മോഷൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഒരു വസ്തുവിന്റെ വൃത്തകാര പാതയിലുള്ള ചലനത്തെയാണ് നമ്മൾ വർത്തുള്ള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു കല്ലിൽ കെട്ടി കറക്കുന്ന ഒരു ചരടിൽ കെട്ടി കറക്കുന്ന കല്ല്. ഓക്കെ, ആ കല്ലിന്റെ ചലനം അല്ലെ, കല്ല് ചരട് അത് ഈ വർത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ്. വർത്തുള്ള ചലനത്തിനുള്ള ഉദാഹരണമാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ഈ മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രം അത് ഈ വർത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ്. അതുപോലെ ജൈന്റ് വീല് എന്തിനു? ജൈന്റ് വീല് പലർക്കും ഡൗട്ടാണ്. ജൈന്റ് വീല് ഭ്രമണമാണോ? അല്ല, ജൈന്റ് വീല് വർത്തുള്ള ചലനമാണ്. മനസ്സിലായ? ജൈന്റ് വീൽ എന്ന് പറഞ്ഞാൽ വർത്തുള്ള ചലനമാണ്. ജൈന്റ് വീൽ എന്താണ്ട? വർത്തുള്ള ചലനമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ക്ലോക്കിലെ സൂചികളുടെ ചലനം എന്താണ്? ക്ലോക്കിലെ സൂചികളുടെ ചലനം എന്താണ്ട? പിള്ളേരെ, ക്ലോക്കിലെ സൂചികളുടെ ചലനം സമവർത്തുള്ള ചലനമാണ് കേട്ടോ. സമവർത്തുള്ള ചലനമാണ് ക്ലോക്കിലെ സൂചികളുടെ ചലനം. അതെന്ന് വെച്ചാൽ ഈ സമവർത്തുള്ള ചലനം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല പിള്ളേരെ. നിങ്ങൾ അത് ചെയ്യും, ഒരു കൃത്യമായ ഒരു സമയത്തിനല്ലേ ഈ ചലനം സംഭവിക്കുന്നത് അല്ലെ? ഒരു കൃത്യമായ സമയത്തിൽ ഈ ഒരു ചലനം സംഭവിക്കുന്നു. മനസ്സിലായില്ലേ? അതായത് വൃത്താകാര പാതയിലുള്ള ചലനം സംഭവിക്കുന്നു. അപ്പൊ ആ ഒരു ടൈം ഇന്റർവെൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചലനത്തെ നമ്മൾ പറയുന്ന പേരാണ് സമവർത്തുള്ള ചലനം. എന്താ പിള്ളേർ? സമവർത്തുള്ള ചലനം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് ഓടിച്ച് നോക്കാമേ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മളൊന്ന് റിവിഷൻ ചെയ്യുന്നേ ഉള്ളൂ അത്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ തൊട്ടാ പഠിച്ചേ? നമ്മൾ ഭ്രമണം തൊട്ടാണ് പഠിച്ചത് പിള്ളേർ അല്ലേ? ഭ്രമണം നമ്മൾ പഠിച്ചു. പമ്പരത്തിന്റെ ചലനം ഭ്രമണമാണ്. അതുപോലെ ഭൂമി സ്വയം കറങ്ങുന്നതും ഭ്രമണമാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞു. അതിന് ഉദാഹരണമാണ് എന്താണ്? നമ്മൾ ഒരു വസ്തു മറ്റൊന്നിനെ കറങ്ങുന്നതാണ് നമ്മൾ ഈ പരിക്രമണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഫാനിന്റെ ദളങ്ങളുടെ ചലനം എന്തിന് ഉദാഹരണമാണ് പിള്ളേര്? ഫാനിന്റെ ദളങ്ങളുടെ ചലനം പരിക്രമണത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അതുപോലെ തന്നെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ചലിക്കുന്നത് ഭ്രമണത്തിനും പരിക്രമണത്തിനും ഉദാഹരണമാണ്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ന്യൂക്ലിയസ് സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസ് അല്ല, ഇലക്ട്രോണുകൾ സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയസിന് ചുറ്റുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു നേർരേഖയിലുള്ള വസ്തുവിന്റെ ചലനത്തെ നമ്മൾ നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്ന് പറഞ്ഞു. അതിന് ഉദാഹരണമാണ് ഞെട്ടിട്ട് വീഴുന്ന മാമ്പഴം, അതുപോലെ തന്നെ നമ്മുടെ ലിഫ്റ്റിന്റെ ചലനം, അതുപോലെ റോക്കറ്റിന്റെ ചലനം. ഇതൊക്കെ എന്താണ്ട? നേർരേഖാ ചലനങ്ങളാണ് അല്ലെ? നേർരേഖാ ചലനങ്ങളാണ്. അതുപോലെ ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ ചലനം വക്രരേഖാ ചലനമാണ് അല്ലെ? പ്രൊജക്ടൈൽ മോഷൻ ആണ്. ജാവലിൻ ത്രോയുടെ ചലനം പ്രൊജക്ടൈൽ മോഷൻ ആണ്. അല്ലെങ്കിൽ വക്രരേഖ ചലനമാണ്. അതുപോലെ തന്നെ വൃത്തകാര പാതയിലുള്ള ചലനമാണ്, ഒരു വസ്തുവിന്റെ വൃത്തകാര പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം. ഏതാണ്? വർത്തുള ചലനം. ഓക്കെ, വർത്തുള ചലനം. അത് നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞ് സർക്കുലർ മോഷന്, അതായത് ചരടിൽ കെട്ടി കറക്കുന്ന കല്ല്. ഓക്കെ, അതിന്റെ ചലനം വർത്തുള ചലനമാണ്. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രം അതെന്താണ്? അതും ഈ പറയുന്ന വർത്തുള ചലനമാണ്. ജെയിന്റ് വീലിന്റെ ചലനവും എന്താണ്? വർത്തുള ചലനമാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ക്ലോക്കിലെ സൂചികളുടെ ചലനം വർത്തുള ചലനം മാത്രമല്ല, സമവർത്തുള ചലനമാണ്. ഒരു കൃത്യമായ ഒരു ടൈം ഇന്റർവെൽ ഉള്ളത് കൊണ്ട് അതൊരു സമവർത്തുള ചലനമാണ്. ഓക്കെ അല്ലേടാ പിള്ളേരെ? ഓക്കെ, അടുത്ത അഞ്ചാമത് ചോദ്യം ചെയ്തോ. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ഏത്? പ്രകീർണനം. ഏതാണ് പിള്ളേരെ? പ്രകീർണനം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ഏത്? പ്രകീർണനം. ഓക്കെ, അതായത് ഈ സമന്വിത പ്രകാശം എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ് സമന്വിത പ്രകാശം? സമന്വിത പ്രകാശം എന്താണ്? അതായത് ഈ പ്രകാശത്തിന്റെ എല്ലാ ഘടകവർണ്ണങ്ങളെയും കൂടിച്ചേർന്നിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന സമന്വിത പ്രകാശം എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ എല്ലാ ഘടകവർണ്ണങ്ങളെയും കൂടിച്ചേർന്നിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സമന്വിത പ്രകാശം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്നു
അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പ്രകീർണനം എന്ന് പറയുന്നത്, അല്ലെ? പ്രകീർണനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രകീർണനം സംഭവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു വർണ്ണങ്ങളുടെ ക്രമമായ ഒരു വിതരണമുണ്ട്. അതായത് ഇത് എന്തായി സെപ്പറേറ്റ് ആയതിനു ശേഷമുള്ള ആ ഒരു വളരെ ഘടകവർണ്ണങ്ങൾ വിബ്ജിയോർ, മനസ്സിലായില്ലേ? ആ ഒരു ഘടകവർണ്ണങ്ങളായി വിതരണം ചെയ്യപ്പെടും. പ്രകീർണനം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഘടകവർണ്ണങ്ങളായി മാറും. പിള്ളേരെ അതിനെ പറയുന്ന പേരാണ് വർണ്ണരാജി. എന്താ പിള്ളേരെ? വർണ്ണരാജി. ഓക്കെ, വർണ്ണരാജി, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിസിബിൾ സ്പെക്ട്രം എന്നും പറയും. മനസ്സിലായ? പ്രകീർണനം സംഭവിച്ചുണ്ടാകുന്ന ആ ഘടകവർണ്ണങ്ങളെയാണ് നമ്മൾ വിസിബിൾ സ്പെക്ട്രം അല്ലെങ്കിൽ വർണ്ണരാജി എന്ന് പറയുന്നത്. മനസ്സിലായടാ? മനസ്സിലായ? ഓക്കെ, അപ്പൊ പ്രകാശം, അതിന്റെ സമന്വിത പ്രകാശം, അതായത് എല്ലാ വർണ്ണങ്ങളും കൂടി ചേർന്ന പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ഏത്? പ്രകീർണനം എന്ന് പറയുന്നത്. ഈ പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ വിതരണത്തെയാണ് നമ്മൾ വർണ്ണരാജി അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. വർണ്ണരാജി അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളാണ് ഏത്? വിബ്ജിയോർ. സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളാണ് ഏത് പിള്ളേരെ? വിബ്ജിയോർ കേട്ടോ. സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളാണ് ഏത്? വിബ്ജിയോർ കേട്ടോ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഓക്കെ, അപ്പൊ സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളാണ് വിബ്ജിയോർ. സൂര്യപ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങൾ കണ്ടെത്തിയത് ആരാ? അപ്പോൾ സൂര്യപ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങളെ കണ്ടെത്തിയത് ന്യൂട്ടൺ ആണ്. നെട്ടം നമ്മൾ ചെയ്തത് ഐസക് ന്യൂട്ടൺ. ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ് ഈ ശരി, ഘടകവർണ്ണങ്ങളെ കണ്ടെത്തിയത്. ഇനി മഴവില്ല്. പ്രകീർണനത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് മഴവില്ല്. ഏതാ വളരെ? മഴവില്ല് കേട്ടോ, മഴവില്ല്. ഈ മഴവില്ല് സംഭവിക്കുന്നത് പ്രകീർണനം കൊണ്ട് മാത്രമല്ല. അതിന് മനസ്സിലായിക്കോണേ. മഴവില്ല് സംഭവിക്കുന്നത് പ്രകീർണനമുണ്ട്, അതുപോലെ അപവർത്തനം സംഭവിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രതിഫലനവും സംഭവിക്കുന്നുണ്ട്. മനസ്സിലായ? അതായത് പ്രകീർണനത്തിന് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഈ പറയുന്ന മഴവില്ല് എഴുതാം. പക്ഷെ മഴവില്ല് രൂപം കൊള്ളുന്നത് പ്രകീർണനം ഒന്നുകൊണ്ട് മാത്രമല്ല, അപവർത്തനം, അതുപോലെ പ്രതിഫലനം, ഇതൊക്കെ കൊണ്ടിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മഴവില്ല് രൂപം കൊള്ളുന്നത്. മഴവില്ലിന്റെ ആകൃതി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അർദ്ധവൃത്താകൃതിയിലാണ് കാണാൻ പറ്റുന്നതെങ്കിലും അതും യഥാർത്ഥത്തിൽ എന്താണ്? വൃത്താകൃതിയിലാണ് കേട്ടോ. നിങ്ങൾ വിമാനത്തിൽ ഇരുന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പോണ വൃത്താകൃതിയിലാണ്. ആരെയും കണ്ടിട്ടുള്ള വിമാനത്തിൽ നോക്കിയിട്ട്? കണ്ടുണ്ടോ? വിമാനം തന്നെ കാണുന്നത് ഭാഗ്യമാണല്ലേ? അപ്പോഴാണ് വിമാനത്തിൽ നിന്ന് മഴവില്ല് കാണുന്നത്. ഓക്കെ, ഈ പറഞ്ഞ ഞാനും കയറിയിട്ടില്ല, പിന്നെ പറയുമ്പോ എല്ലാം പറയാമല്ലോ. ഓക്കെ, പക്ഷെ നെക്സ്റ്റ് ഇയർ മേ ബി ഞാൻ പോകും. അപവർത്തനം കേട്ടോ, അപവർത്തനം അല്ലെങ്കിൽ പ്രതിഫലനം കേട്ടോ. സൗദിയിലുണ്ടായിരുന്ന. ഓക്കെ, അപവർത്തനം, പ്രതിഫലനം, പിന്നെ അതുപോലെ പ്രകീർണനം. ഓക്കെ, കയറിയപ്പോൾ വിമാനത്തിൽ കയറിയതും പറഞ്ഞ് നമുക്ക് മഴവില്ല് കാണാൻ പറ്റത്തില്ല. വിമാനത്തിൽ കയറുകയും വേണം, മഴവില്ല് ഉണ്ടാകുകയും വേണം. മനസ്സിലായ? ഓക്കെ, നമുക്ക് ഈ മഴവില്ലൊക്കെ ഉണ്ടാക്കാൻ പറ്റൂടാ. നമുക്ക് ഈ പറയുന്ന കേട്ടാ, നമ്മള് മറ്റേ പണ്ടൊക്കെ ഈ കുളിക്കുന്ന സമയത്ത്, ഇപ്പോഴൊന്നല്ല, ബാത്റൂമിൽ കുളിക്കുന്ന കാലഘട്ടത്തിലല്ല, പണ്ട് നമ്മൾ ഈ പുഴയിലേക്ക് കുളിക്കാൻ പോകുന്ന സമയത്ത് കേട്ടാ, ഈ കുളത്തിലേക്ക് കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ വായിൽ വെള്ളം എടുത്ത് ഇങ്ങനെ മറ്റേ തെറിപ്പിച്ചു വിടുമല്ല, അപ്പോഴും മഴവില്ല് കാണാൻ പറ്റും കേട്ടാ. ഇനി നിങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോണ സമയത്ത് കേട്ടാ, എവിടെയെങ്കിലും ടൂർ പോണ സമയത്ത് നിങ്ങൾ ഇതുപോലെ ഊതിയിട്ട് നോക്കിയാൽ. ഓക്കെ, ശരി. അത് മനസ്സിലായല്ലോ പിള്ളേരെ? ഇവിടെ ഇനി ഞാൻ മഴവില്ലായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കട്ടെ. മഴവില്ലിന്റെ കോണളവ് ഒന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് മുതൽ ഏത് വരെയാണ് മഴവില്ലിന്റെ കോണളവ് വരുന്നത്? മഴവില്ലിന്റെ കോണളവ് വരുന്നത് 40.8 ഡിഗ്രി മുതൽ 42.7 ഡിഗ്രി വരെയാണ്.
മനസ്സിലായോ? 40.8 ഡിഗ്രി മുതൽ 40.8 ഡിഗ്രി മുതൽ 42.7 ഡിഗ്രി വരെയാണ് മഴവില്ലിന്റെ കോണുകൾ വരുന്നത്. 40.8 ഡിഗ്രി മുതൽ 42.7 ഡിഗ്രി വരെയാണ് മഴവില്ലിന്റെ കോണുകൾ വരുന്നത്. ഈ മഴവില്ലിന്റെ ഏറ്റവും പുറമേയുള്ള നിറം ഏതാണ്? ഏറ്റവും പുറമേയുള്ള നിറം ഏതെന്ന് ഇട്ട് കഴിഞ്ഞാല് റെഡ് ആണല്ലേ, റെഡ്. ഓക്കെ, ആ റെഡിന്റെ കോണളവാണ് 42.7 എന്ന് പറയുന്നത്. റെഡിന്റെ കോണളവാണ് 42.7 എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായ? ഇനി അടുത്ത് നമ്മുടെ വയലറ്റിന്റെ കോണളവാണ്. വയലറ്റിന്റെ കോണളവാണ് ഏത്? 40.8. മനസ്സിലായി? വയലറ്റിന്റെ കോണളവാണ് ഏത്? 40.8. ഓക്കെ, മനസ്സിലായില്ലടാ? ശരി, അപ്പൊ നിങ്ങൾക്ക് പ്രകീർണനം എന്താണെന്ന് മനസ്സിലായി. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെ നമ്മൾ പ്രകീർണനം എന്ന് പറയുന്നു. പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ വിതരണത്തെ നമ്മൾ വർണ്ണരാജി എന്ന് പറയുന്നു, അല്ലെ? വർണ്ണരാജി അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ സൂര്യപ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങളാണ് വിബ്ജിയോർ, അല്ലെ? വിബ്ജിയോർ. സൂര്യപ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങളെ കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ ആണെന്നും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പ്രകീർണനത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മഴവില്ല്. മഴവില്ലാണ് ഉദാഹരണം. പക്ഷെ മഴവില്ല് സംഭവിക്കുന്ന പ്രകീർണനം ഒന്നുകൊണ്ട് മാത്രമല്ല, അപവർത്തനമുണ്ട്, പ്രതിഫലനമുണ്ട്. അപവർത്തനമുണ്ട്, പ്രതിഫലനമുണ്ട്. മഴവില്ലിന്റെ കോണളവ് 40.8 ഡിഗ്രി മുതൽ 42.7 ഡിഗ്രി വരെയാണ്. ഓക്കെ, അതിൽ 42.7 എന്ന് പറഞ്ഞാൽ റെഡിൻ്റെതും 40.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടേതുമാണ്? വയലറ്റിൻ്റെതുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ? പിള്ളേർ, അന്തരീക്ഷ മർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ ആണെന്ന് കേട്ട് കഴിഞ്ഞാല് പിള്ളേർ അത് ടോറിസെല്ലിയാണ്, അല്ലെ? ടോറിസെല്ലിയാണ്. ഓക്കെ, അപ്പൊ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? ബാരോമീറ്റർ. ഏതാണ് പിള്ളേർ? ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? ബാരോമീറ്റർ. അപ്പൊ ഈ ടോറിസെല്ലിയാണ് ഈ പറയുന്ന ആദ്യമായിട്ട് ബാരോമീറ്റർ കണ്ടെത്തിയത്. ഓക്കെ, ഈ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സാന്ദ്രത. ഞാൻ ആർദ്രതയല്ലേ ചോദിച്ചത് പിള്ളേരെ. ആർദ്രത അളക്കാനാണെങ്കിൽ ആർദ്രത അളക്കാനാണെങ്കിൽ അത് ഹൈഗ്രോമീറ്റർ. ഏതാണ്? ഹൈഗ്രോമീറ്റർ. ആർദ്രത അളക്കാനാണെങ്കിൽ ഹൈഗ്രോമീറ്റർ കേട്ടോ. ആർദ്രത അളക്കാനാണെങ്കിൽ ഹൈഗ്രോമീറ്ററും, സാന്ദ്രത അളക്കാനാണെങ്കിൽ ഡെൻസിറ്റി അളക്കാനാണെങ്കിൽ ഹൈഡ്രോമീറ്ററും. ഹൈഡ്രോമീറ്റർ കേട്ടോ. ഹൈഡ്രോമീറ്റർ മറക്കരുത്. ആർദ്രത അളക്കാൻ ഹൈഗ്രോമീറ്ററും സാന്ദ്രത അളക്കാൻ ഹൈഡ്രോമീറ്ററുമാണ് കേട്ടോ. സാന്ദ്രത അളക്കാൻ ഹൈഡ്രോമീറ്ററുമാണ്. സാന്ദ്രത ഹൈഡ്രോ, ആർദ്രത ഹൈഗ്രോ. ഓക്കെ, കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം. കാറ്റിന്റെ വേഗത പിള്ളേരെ കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. ഏതാ പിള്ളേരെ? അനിമോമീറ്റർ. കാറ്റിന്റെ വേഗത അളക്കാനുള്ള ഉപകരണമാണ് ഏത്? അനിമോമീറ്റർ. കാറ്റിന്റെ വേഗത അളക്കാനുള്ള ഉപകരണമാണ് ഏത്? അനിമോമീറ്റർ. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ആർദ്രത ഹൈഗ്രോമീറ്ററും സാന്ദ്രത ഹൈഡ്രോമീറ്ററും കാറ്റിന്റെ വേഗത അനിമോമീറ്ററുമാണ്. അനിമോമീറ്റർ. ഓക്കെ, ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരെന്താണ്? ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം. ഓക്കെ, കമ്പനം. ദോലനം എന്താണെന്നറിയപ്പെടുന്നത്? ദോലനം രണ്ട് ദിശയിലേക്കുള്ള ആവർത്തിച്ചുള്ള ചലനമാണ് ഏത്? ദോലനം. രണ്ട് ദിശയിലേക്കുള്ള ആവർത്തിച്ചുള്ള ചലനമാണ് ഏത്? ദോലനം. മനസ്സിലായ? അത് നമ്മൾ ഓസിലേഷൻ എന്ന് പറയും. മനസ്സിലായില്ലേ? ഓക്കെ, അതിന് ഉദാഹരണം നമ്മുടെ അതായത് കണ്ട ദ്രുതഗതി എന്ന് വെച്ചാൽ എന്തിനാണ്? വേഗത കൂടിയതാണോ വേഗത കുറഞ്ഞതാണോ? ദ്രുതഗതി എന്ന് പറഞ്ഞാൽ വേഗത കൂടിയതാണോ വേഗത കുറഞ്ഞതാണോ? വേഗത കൂടിയതിനെയാണ് നമ്മൾ ദ്രുതഗതി എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്നുള്ള ദോലനത്തെ പറയുന്ന പേരാണ് എന്ത്? കമ്പനം. മനസ്സിലായ? നമ്മൾ ടോണിങ് ഫോർക്ക് എന്ന സാധനമുണ്ട്. മറ്റേ ഇങ്ങനെ അടിച്ചിരിക്കുന്ന കുറെ നേരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. നല്ല രസമാണ് അത്. പണ്ട് സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഓക്കെ, ആ സാധനം തന്നെ. അതിന്റെ ചലനം, ഈ ടോണിങ് ഫോർക്കിന്റെ ചലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഈ ദോലനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പെൻഡുലം, ക്ലോക്കിലെ പെൻഡുലം, ക്ലോക്കിലെ പെൻഡുലം ദോലനമാണ്. അതുപോലെ ഊഞ്ഞാലിന്റെ ചലനം. ഓക്കെ, ആ ഊഞ്ഞാലിന്റെ ചലനവും ഈ പറയുന്ന ദോലനമാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ആടുന്ന സാധനത്തിന്റെയൊക്കെ ചലനമാണ് ഈ പറയുന്ന ദോലനം. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ.
പെൻഡുലായിട്ട് ഊഞ്ഞാലായിക്കോട്ടെ, അതൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അപ്പൊ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേര് കമ്പനം എന്നാണ്. അടുത്ത ചോദ്യം, സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആര്? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് കേട്ടോ. നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്തെന്ന് കണ്ടെത്തിയത് പിള്ളേരെ? സൂര്യനാണെന്ന് കണ്ടെത്തിയത്. ഓക്കെ, ഇത് നമ്മൾ സൗരകേന്ദ്ര സിദ്ധാന്തം എന്ന് പറയും. സൗരകേന്ദ്ര സിദ്ധാന്തം എന്ന് പറയും കേട്ടോ. സൗരകേന്ദ്ര സിദ്ധാന്തം എന്നും പറയും. ഓക്കെ, ഇനി ഈ സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന് വാദിച്ച ഒരാളുണ്ട്. ഭൗമകേന്ദ്ര സിദ്ധാന്തം, അതാരാണ്? പിള്ളേരെ അത് ടോളമിയാണ് കേട്ടോ. ടോളമി. അതായത് സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയാണ്, സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന് വാദിച്ച വ്യക്തിയാണ് ടോളമി. ആരാ പിള്ളേരെ? ടോളമി. മനസ്സിലായ? ടോളമിയാണ് ഈ പറയുന്ന സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു സിദ്ധാന്തത്തെ പറയുന്ന പേരാണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം. എന്താ പിള്ളേരെ? ഭൗമ കേന്ദ്ര സിദ്ധാന്തം. അപ്പൊ ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് ടോളമിയും, സൂര്യകേന്ദ്ര സിദ്ധാന്തം, സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ നിക്കോളാസ് കോപ്പർനിക്കസുമാണ്. ഈ നിക്കോളാസ് കോപ്പർനിക്കസിന്റെ പേരിൽ ഒരു എയർപോർട്ട് ഒക്കെ ഉണ്ട്. മുമ്പ് PSC പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്, 2019 ആ സമയത്തെങ്ങണ്ട. നിക്കോളാസ് കോപ്പർനിക്കസിന്റെ പേരിലുള്ള എയർപോർട്ട് ഏത് രാജ്യത്തെന്നറിയോ? ഏത് രാജ്യത്താണ്? ഒരു സിനിമയിൽ ആ രാജ്യത്തിന്റെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ കോമഡി ആയിട്ടൊക്കെ അത് പറയാറുണ്ട്. ഒരു രാഷ്ട്രീയ ഹാസ്യ സിനിമയിൽ. പിള്ളേരെ പോളണ്ടാണ് കേട്ടോ. പോളണ്ട്. നിക്കോളാസ് പോളണ്ടിനെ പറ്റി രാഷ്ട്രം വേണ്ടിയപ്പോഴും നമ്മൾ പറ്റുന്ന സന്ദേശ സിനിമയെ പറയത്തില്ല പിള്ളേരെ. പോളണ്ട്. ഓക്കെ, അപ്പൊ മറക്കണ്ട, ഭൗമകേന്ദ്ര സിദ്ധാന്തം ടോളമിയും, സൗരകേന്ദ്ര സിദ്ധാന്തം നിക്കോളാസ് കോപ്പർനിക്കസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്തോ. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി എടുക്കുക. ഓക്കെ, ഒരു പ്രസ്താവന ചോദ്യമാണ്. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ്. ശരിയാണോ തെറ്റാണോ? പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ്. ശരിയാണ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. അതായത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ, ഇപ്പം എന്റെ ഈ ശരീരം, നിങ്ങൾ ഈ കാണുന്ന എന്റെ ഈ ബോഡി തന്നെയാണ് എന്റെ മാസ്. മനസ്സിലായില്ലേ? ഇത് ഞാൻ എവിടെ പോയാലും സെയിം ആയിരിക്കും. മനസ്സിലായ? ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഈ കാണുന്ന ദ്രവ്യത്തിന്റെ അളവായിരിക്കും എന്തെന്ന് പറയണത്, ഈ മാസം എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് SCT ക്ലാസ് എടുക്കുന്ന സമയത്ത്. ഓക്കെ, അത് എവിടെ പോയാലും തുല്യമായിരിക്കും. പക്ഷെ നമ്മുടെ ഭാരം എന്ത് ചെയ്യും പിള്ളേരെ? നമ്മുടെ ഭാരം നമുക്ക് വ്യത്യസ്തമാവും. ഇപ്പൊ തന്നെ ചന്ദ്രനിൽ നമ്മുടെ ഭൂമിയിലുള്ള ഭാരത്തിന്റെ 1/6 ഭാരം മാത്രമേ നമുക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടത്തുള്ളൂ. മനസ്സിലായ? ഇവിടെ 60 കിലോ ഉള്ളവൻ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ 10 കിലോയേ ഉള്ളൂ. അത് ഈ ഗുരുത്വാകർഷണം റെപ്രസെന്റ് ചെയ്തിരിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഭാരമായിരിക്കത്തില്ല നമ്മൾ ചിലപ്പോൾ പോളിൽ പോയി നിൽക്കുന്ന സമയത്ത്. മനസ്സിലായ? പോളിൽ പോകുന്ന സമയത്ത് ഭാരം കൂടും. നമുക്ക് ധ്രുവപ്രദേശങ്ങളിൽ ഭാരം കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? ഞാൻ അതും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ധ്രുവപ്രദേശത്ത് പോകുമ്പോൾ നല്ല തണുപ്പായിട്ട് നമ്മൾ ജാക്കറ്റ് ഒക്കെ എടുത്തിടും. അപ്പൊ ജാക്കറ്റിന്റെ ഒക്കെ ഭാരം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭാരം കൂടുമെന്ന് ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ധ്രുവപ്രദേശത്ത് പോകുമ്പോൾ നമ്മൾ തണുത്തിട്ട് നമ്മൾ എന്ത് ജാക്കറ്റ് ഒക്കെ എടുത്തിടും, നമ്മൾ കുറെ കട്ടിയുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് ഭാരം കൂടുമെന്ന് ഓർത്താൽ മതി. കണക്ഷൻ ആണത്. ഓക്കെ, അതാ പറയുന്നത് കേട്ടാ. ഭാരത്തിന്, നമ്മുടെ വെയിറ്റിന് നമുക്ക് അത് വ്യത്യാസമുണ്ടോ, പക്ഷെ മാസിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ശരിയോ തെറ്റോ? പിള്ളേരെ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാമും ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടനുമാണ്. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടനുമാണ്. ഭാരത്തിന്റെ യൂണിറ്റ് ആണ് പിള്ളേരെ ന്യൂട്ടൻ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അത് മൂന്നും ശരിയാണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഭാരത്തിന്റെ യൂണിറ്റ്. അപ്പൊ 4ാമത്തെ തെറ്റാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രസ്താവന 1, 2, 3 ഓപ്ഷൻ D ആണ് ആൻസർ. ഓക്കെ.
അടുത്ത ചോദ്യം പെട്ടെന്ന് ചെയ്തോ. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓക്കെ പിള്ളേരെ, അത് ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണമാണ് അല്ലെ. കോൺവെക്സ് ദർപ്പണമാണ് ഈ പറയുന്ന വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് കാണാൻ കഴിയുന്ന ദർപ്പണം ഏതെന്ന് ഇട്ട് കഴിഞ്ഞാൽ കോൺവെക്സ് ദർപ്പണമാണ് അല്ലെ. കോൺവെക്സ് ദർപ്പണമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത്, ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരമാണ് സ്ഥാനാന്തരം. എന്താ പിള്ളേരെ? സ്ഥാനാന്തരം. ഓക്കെ, സ്ഥാനാന്തരം കേട്ടോ. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരമാണ് ഏത് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഇംഗ്ലീഷ് പറയും. ഓക്കെ, ഊർജത്തിന്റെ യൂണിറ്റ്. ഊർജത്തിന്റെ യൂണിറ്റ് പിള്ളേരെ ജൂള് കേട്ടോ. ജൂള് മാത്രമാണോ ഊർജത്തിന്റെ യൂണിറ്റ്? ജൂള് മാത്രമേ പറയത്തുള്ളൂ നമ്മൾ ഊർജത്തിൻ്റെത്. ജൂള് പറയും കേട്ടോ, എർഗും പറയും. എർഗും പറയും. ഓക്കെ, നമ്മൾ ഈ ഊർജത്തിന്റെ കേട്ടാ യൂണിറ്റ് ഏന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയിൽ സാറിന് ചോദിക്കുന്നത് ജൂള് തന്നെയാണ് കേട്ടോ. ജൂള്. ഓക്കെ, ജൂള് നമ്മൾ താപത്തിന്റെ യൂണിറ്റ് ആയിട്ടും പറയും അല്ലേ? താപത്തിന്റെ യൂണിറ്റ് ആയിട്ടും പറയും. താപത്തിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ ജൂള് പറയും. ഓക്കെ, താപത്തിന്റെ യൂണിറ്റ് ജൂള്, കലോറി. ജൂള്, കലോറി. ഓക്കെ, രണ്ട് താപത്തിന്റെ യൂണിറ്റുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കുക. ഓക്കെ, തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു. അത് ഏതാണ്ട്? അത് ഈ പറഞ്ഞത് ചാലനമാണല്ലേ, ചാലനം. ഓക്കെ, അതായത് കമ്പനം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അവിടെ കമ്പനം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ അതല്ല. അടുത്ത്, തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം സംഭവിക്കുന്നു. ഓക്കെ, അത് സംവഹനമാണല്ലേ, സംവഹനം. സംവഹനം. ഓക്കെ, അപ്പൊ അതുമല്ല. അടുത്ത മൂന്നാമത്തത്, മാധ്യമത്തിന് സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ഓക്കെ, അതാണ് ശരി. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. പ്രസ്താവന 3. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് 27/3 ദിവസവും വേണ്ടി വരുന്നു. 27/3 ദിവസവുമാണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. 27/3 ദിവസവുമാണ്. ഓക്കെ, മനസ്സിലായ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത്, താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത്? ദോലനം ഏതാ പിള്ളേരെ? ഊഞ്ഞാലിന്റെ ചലനമാണല്ലേ. ഊഞ്ഞാലിന്റെ ചലനമാണ് ഏത്? ദോലനം. അവിടെ ഊഞ്ഞാലിന്റെ ചലനമാണ് കേട്ടോ. ഓക്കെ, എയ്ത് വിട്ട അമ്പിന്റെ ചലനം ഏതാ? എയ്ത് വിട്ട അമ്പിന്റെ ചലനം നേർരേഖ ചലനമാണ് കേട്ടോ. ലീനിയർ മോഷൻ ആണ്. മനസ്സിലായ? എയ്ത് വിട്ട അമ്പിന്റെ ചലനം ഏതാണ്? ലീനിയർ മോഷൻ ആണ്. ലീനിയർ മോഷൻ. അത് അമ്പ് അറിയാമെങ്കിൽ മാത്രമേ ലീനിയർ മോഷൻ ആയിട്ട് പോകത്തുള്ളൂ. ഓക്കെ, നിങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ലീനിയർ മോഷൻ ആയിട്ട് പോവോ? നിങ്ങളെല്ലാം ഞാനും വിട്ടാ പോകത്തില്ല. എനിക്ക് അമ്പ് അറിയത്തില്ല. ഓക്കെ, പണ്ട് പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് നമ്മൾ മറ്റേ ഈ മുളയൊക്കെ എടുത്ത് വെച്ചിട്ട് വളച്ചിട്ട് അതിനകത്ത് മറ്റേ ബാറൊക്കെ കെട്ടിയിട്ട് ഈർക്കിൽ വെച്ച് അടിക്കും കേട്ടാ. വീട്ടിലെ കുറച്ച് വാഴയൊക്കെ ഉണ്ടായിരുന്നു. ആ വാഴകളായിരുന്നു ഞങ്ങളുടെ സ്ഥിരം വേട്ട മൃഗങ്ങൾ. ഓക്കെ, അടുത്ത ദിവസം ചെയ്തോ. വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ഒരു കോൺകേവ് ദർപ്പണത്തിന് സവിശേഷതകളുമായി പരിഗണിക്കാവുന്നവ ഏവ? കോൺകേവ് ദർപ്പണം. കിട്ടിയില്ല? ഓക്കെ പിള്ളേരെ, ഇതിലെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല കേട്ടോ. ഇവയൊന്നുമല്ല എന്നാണ് എന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ശരി. നമ്മുടെ ഈ കോൺകേവ് ദർപ്പണത്തിലെ, അതായത് ഈ മിഥ്യയും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബം കേട്ടാ. മിഥ്യയും ഇത് ദർപ്പണമല്ല, ലെൻസിന്റെ ആണ്. ഓക്കെ,
ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ. ലെൻസിനാണെങ്കിൽ മിഥ്യയും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബമാണ് കേട്ടോ. മിഥ്യയും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബമാണ് ഏതിൽ വരുന്നത്? ലെൻസിൽ വരുന്നത്. ഓക്കെ. കോൺകേവിൽ വരുന്നത്. കോൺവെക്സിൽ എന്താ വരുന്നത്? യഥാർത്ഥവും തലകീഴായതുമാണ് കോൺവെക്സിൽ വരുന്നത്, അല്ലേ? യഥാർത്ഥവും തലകീഴായതുമാണ് ഏതിൽ വരുന്നത്? കോൺവെക്സിൽ വരുന്നത്. അതായത് നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതാണ്? നമ്മുടെ കണ്ണിലുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്, അല്ലേ പിള്ളേരെ? നമ്മുടെ കണ്ണിലുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ. അതായത് നമ്മുടെ കണ്ണിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എങ്ങനെയെന്ന് കേട്ട് കഴിഞ്ഞാല് യഥാർത്ഥവും തലകീഴായതുമാണ് നമ്മുടെ കണ്ണിൽ രൂപം കൊള്ളുന്നത്. ഓക്കെ, മനസ്സിലായ? അതായത് കോൺകേവ് ലെൻസിൽ രൂപം കൊള്ളുന്നത് എന്തെന്ന് കേട്ട് കഴിഞ്ഞാല് മിഥ്യയും അതുപോലെ തന്നെ നിവർന്നതുമായ പ്രതിബിംബമാണ് ഏതിൽ വരുന്നത്? കോൺകേവ് ലെൻസിൽ വരുന്നത്. കോൺവെക്സ് ലെൻസിൽ വരുന്ന ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് യഥാർത്ഥവും തലകീഴായതുമായിട്ടുള്ള പ്രതിബിംബമാണ് നമ്മുടെ കോൺവെക്സിൽ രൂപം കൊള്ളുന്നത്. അതായത് നമ്മുടെ കണ്ണിൽ നമുക്ക് അങ്ങനെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, കണ്ണിൽ രൂപപ്പെടുന്ന പ്രതിബിംബം ഏത് രീതിയിലാണ്? യഥാർത്ഥവും തലകീഴായതുമാണ്. കാരണം കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് ഏതാണ്? കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്, അല്ലേ വളരെ? കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ്. സോ അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് യഥാർത്ഥവും തലകീഴായതുമാണ്. അത് പിന്നീട് നമ്മുടെ മസ്തിഷ്കത്തിൽ എത്തുന്ന സമയത്താണ് നമുക്ക് നേരെ കാണാൻ പറ്റുന്നത്, അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, പെട്ടെന്ന് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ. വേട്ടക്കാരൻ നക്ഷത്ര ഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏതാണ്? ഓക്കെ, ഏതോ ആസ്ട്രോളജി ഇട്ട ക്വസ്റ്റ്യൻ ആണെന്നാണ് തോന്നുന്നത്. പിള്ളേരെ, വേട്ടക്കാരൻ നക്ഷത്ര ഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് കാണപ്പെടുന്ന ചുവന്ന നക്ഷത്രം ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് എസ് ആയിട്ടുണ്ടത്. പിള്ളേരെ ആൻസർ ആണ് കാർത്തിക. ഏതാണ്? കാർത്തിക കേട്ടോ, കാർത്തിക. ഓക്കെ, കാർത്തിക. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏതാണ്? വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം അതും പ്രീവിയസ് ആദ്യം തന്നെ, അത് നമ്മൾ പ്രീവിയസ് ആണല്ലോ ചെയ്യുന്നത്. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഓറിയോൺ ആണ് കേട്ടോ. ഓറിയോൺ കേട്ടോ, ഓറിയോൺ. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഓറിയോൺ ആണ് കേട്ടോ, ഓറിയോൺ. ഏതാ? 17C അല്ലേ? സിയോ 17D കാർത്തിക അല്ലേടാ? തിരുവാതിരയാണോ? അത് ഞാൻ നോക്കിയിട്ടിരിക്കാം. ഓക്കെ, എന്റെ ഓർമ്മ കാർത്തിക എന്നാണ്. ഓക്കെ, തിരുവാതിര ഉറപ്പ് തന്നെ? അതെ സർ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ടിരിക്കാം കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്നത് ഓറിയോൺ ആണ്. അടുത്ത്, കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം ഏത്? കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്? സംവഹനമാണല്ലേ? സംവഹനമാണ് കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാക്കുന്നത്. അടുത്ത, ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. ഉത്തോലകത്തിന് ഉദാഹരണമൊക്കെ നമ്മൾ ഇന്നാൾ മറ്റേ MCQ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? കത്രിക. ഓക്കെ. അടുത്ത്, പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം. പിള്ളേരെ, പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് പ്രകീർണനം എന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് പ്രകീർണനം നമ്മൾ പഠിച്ചു. ഈ പ്രകീർണനത്തിന് കാരണം അപവർത്തനമാണ്, അല്ലേ? അപവർത്തനമാണ്. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം ഏതാണ്? അപവർത്തനമാണ്. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം ഏതാണ്? അപവർത്തനമാണ്. അപവർത്തനം. ഓക്കെ, വീണ്ടും ചോദ്യം വരുന്നുണ്ട്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തു. ഓപ്ഷൻ ഡി കമ്പനമാണ്. ഓപ്ഷൻ ഡി കമ്പനമാണ്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ ഏതാണ്? കമ്പനമാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം, ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം വിസരണമാണ്, അല്ലെ? വിസരണമാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം. ഓക്കെ, അത് കണ്ടെത്തിയ ആളെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോർഡ് റെയ്ലി ആണല്ലേ? ലോർഡ് റെയ്ലി. ലോർഡ് റെയ്ലി ആണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം വിസരണമാണെന്ന് കണ്ടെത്തിയത്. ലോർഡ് റെയ്ലിയും അതുപോലെ തന്നെ ഭൂമിയല്ല, സമുദ്രത്തിന്റെ നീലനിറത്തിന് കാരണം വിസരണമാണെന്ന് കണ്ടെത്തിയത് CV രാമനുമാണ്. ഓക്കെ. അടുത്ത്, സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? പിള്ളേരെ, സ്ട്രീറ്റ് ലൈറ്റുകൾ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണമാണ്, അല്ലെ? കോൺവെക്സ് ദർപ്പണമാണ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നത്, അല്ലേ? ഓക്കെ, കോൺവെക്സ് ദർപ്പണമാണ്. ഓക്കെ, എടാ ഞാൻ കാണിക്കട്ടെ. ഈ വാതിലിന്റെ സ്പൈ ഹോൾ ഉണ്ട്. എന്താണ് വാതിലിന്റെ സ്പൈ ഹോൾ? എന്താണ്ടാ?
വാതിലിന്റെ സ്പൈ ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിയ വലിയ വീടുകളിലൊക്കെ കാണും. അതായത് നമ്മൾ ഈ പറയുന്ന വെളിയിലാടാ എന്നുള്ള നോക്കാൻ രീതിയിൽ കോളിംഗ് ബെൽ അടിക്കുന്നത് നമ്മൾ വല്ല പ്രശ്നക്കാരാണോ കേട്ടാ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒളിഞ്ഞു വെക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനമാണ് ഈ സ്പൈ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് ഏതെന്ന് വെച്ചാൽ അത് കോൺകേവ് ആണ്. കോൺകേവ് ആണ് ഈ പറയുന്ന ഇതിൽ ഉപയോഗിക്കുന്നത്. ഏതാണ്? വാതിലിന്റെ സ്പൈ ഹോൾ ഉപയോഗിക്കുന്നത് കേട്ടാ. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോർട്ട് സൈറ്റ് ഉണ്ടല്ലോ, ഹ്രസ്വദൃഷ്ടി. ഷോർട്ട് സൈറ്റ് ഉപയോഗിക്കുന്നത് ഏതാണ്? ഷോർട്ട് സൈറ്റ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അതും കോൺകേവ് ആണ് കേട്ടാ. കോൺകേവ് ആണ് ഈ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഈ ഷോർട്ട് സൈറ്റ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പേര് പറയും, അതായത് സയന്റിഫിക്കലി ഒരു പേര് പറയും. എന്താണ്? മയോപ്പിയ എന്ന് പറയും കേട്ടോ. മയോപ്പിയ. ഷോർട്ട് സൈറ്റിനെ നമ്മൾ മയോപ്പിയ എന്നാണ് പറയുന്നത്. ഷോർട്ട് സൈറ്റിന് എന്താ പറയുന്നത്? മയോപ്പിയ എന്നാണ് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഫാർ സൈറ്റിനെ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി എന്താ പറയുന്നത്? ഫാർ സൈറ്റിനെ അല്ലെങ്കിൽ ദീർഘദൃഷ്ടിയെ പറയുന്നത് ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ്. എന്താ പറയുന്നത്? ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ് പറയുന്നത്. ഓക്കെ. ഈ ഫാർ സൈറ്റിന് അല്ലെങ്കിൽ ദീർഘദൃഷ്ടിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് അത് കോൺവെക്സ് ആണ്. ദീർഘദൃഷ്ടിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടാ. അതുപോലെ തന്നെ ലെഫ്റ്റ് ആയിക്കോ. പ്രസ് ബയോപ്പിയ എന്നൊരു രോഗമുണ്ട്. പ്രസ് ബയോപ്പിയ എന്താ? ലെഫ്റ്റ് ആയിക്കോ. പ്രസ് ബയോപ്പിയ എന്ന് പറഞ്ഞാൽ വെള്ളെഴുത്താണ് പ്രസ് ബയോപ്പിയ. ഈ പ്രസ് ബയോപ്പിയക്ക് ഉപയോഗിക്കുന്നത്, വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ആണ് കേട്ടാ. ദീർഘദൃഷ്ടിക്കും അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തിനും കോൺവെക്സ്. ഹ്രസ്വദൃഷ്ടിക്ക് ഉപയോഗിക്കുന്നത് കോൺകേവ്. ഓക്കെ. അടുത്ത് ജലത്തിന്റെ സാന്ദ്രത ഒന്ന് പെട്ടെന്ന് പറ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ജലത്തിന്റെ സാന്ദ്രത എത്ര നേട്ട് കഴിഞ്ഞാല് 1000 kg/m³ ആണ് കേട്ടോ. 1000 kg/m³ ആണ് ജലത്തിന്റെ സാന്ദ്രത. ഓക്കെ അല്ലേ? ശരി. അപ്പൊ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഒന്ന് മാർക്കുകൾ ഞാൻ ചോദിക്കുന്ന രീതിയിൽ കമന്റ് ചെയ്താൽ മതി. 25 ഉള്ളവർ ആദ്യം കമന്റ് ചെയ്തത്. 25 ശരിയാക്കിയവര് 25 ശരിയാക്കിയവരുണ്ടോ? ഇല്ലേ? നിങ്ങൾ ആദ്യം ശരിയാക്കിയില്ലേ? ഓക്കെ. 24 പ്രിയങ്ക 24, അഞ്ജന 24 ഉണ്ട്, രജില 24 ഉണ്ട്, വിഷ്ണു 24 ഉണ്ട്, പ്രിയ 24 ഉണ്ട്. ഓക്കെ. അടുത്ത 23 ശരണ്യ 23, രാഗി പോയി. ശരണ്യ എവിടെ? ശരണ്യ, രാഗി, മഞ്ജു, രോഹിണി, അനീന, ദിവ്യ, രേഷ്മ, രമ്യ, അനലക്ഷ്മി 23, ശുപ്ര 23, മനു 23, അനു, അഞ്ജു, കേസ് 23, ശ്രുതി 23, സ്മിത 24, ശ്യാമ 23, ഇർഫ 23. ഓക്കെ. ജയശ്രീ 23. ഇവിടെ അപ്പൊ 15 കട്ട് ഓഫ്. 15 മുകളിൽ മാർക്കുള്ള എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടോ. 15 മുകളിലോട്ട്. ഓക്കെ. ലെഫ്റ്റ് ആയിക്കോ. ബാക്കി അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ വരും. 15 മുകളിൽ മാർക്കുള്ള എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ. ബാക്കി അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ വരും.